മന്ത്രങ്ങളുടെ രഹസ്യം എന്ത്, എങ്ങനെ, എന്തിന്? പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് തവണ കേൾക്കുന്ന ഒന്നാണ് മന്ത്രം. പലപ്പോഴും ഭക്തിയുടെ ഭാഗമായി മാത്രം കാണുന്ന ഒന്നാണെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു മനഃശാസ്ത്രവും ഊർജതന്ത്രവുമുണ്ട്. അത് എന്താണെന്ന് നമുക്ക് വിശദമായി ചിന്തിക്കാം. മനനാത് ത്രായതേ ഇതി മന്ത്രഃ എന്നാണ് പ്രമാണം. അതായത് എന്തിനെക്കുറിച്ചാണോ നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്നത് അത് നമ്മെ രക്ഷിക്കുന്നു എന്നാണ്. അതായത് ആവർത്തിച്ചുള്ള മനനത്തിലൂടെ, ചിന്തയിലൂടെ നമ്മെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ വിമുക്തമാക്കുന്നത് എന്നാണ് മന്ത്രം എന്ന വാക്കിന്റെ അർത്ഥം. ചിന്തകളെ നിയന്ത്രിക്കാനും മനസ്സിനെ ഏകാഗ്രമാക്കാനുമുള്ള ഒരു ഉപകരണമാണിത്. മന്ത്രങ്ങൾ വെറും വാക്കുകളല്ല, അവ പ്രത്യേക ആവൃത്തിയിലുള്ള ശബ്ദ തരംഗങ്ങളാണ്. നമ്മുടെ ശരീരം ഏകദേശം 70% വെള്ളത്താൽ നിർമ്മിതമായതിനാൽ ശബ്ദ തരംഗങ്ങൾ വളരെ വേഗത്തിൽ കോശങ്ങളിലേക്ക് പടരുകയും സൂക്ഷ്മമായി കമ്പനം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ശരിയായ ആവൃത്തിയിലുള്ള ശബ്ദം ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ആന്തരിക അവയവങ്ങൾക്ക് ഒരുതരം മൈക്രോ മസാജ് നൽകുകയും ചെയ്യുന്നു. ഇത് അമിതമായ ചിന്തകൾ കുറയ്ക്കാനും മനസ്സിനെ ആഴത്തിലുള്ള വിശ്രമത്തിലേക്ക് എത്തിക്കുവാനും സഹായിക്കുന്നു. പോസിറ്റീവായ ശബ്ദതരംഗങ്ങൾ ശരീരത്തിൽ സെറോട്ടോണിൻ, ഡോപ്പാമിൻ തുടങ്ങിയ ഫീൽ ഗുഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ പാടുമ്പോഴോ ഉണ്ടാകുന്ന ശബ്ദം നമ്മുടെ തൊണ്ടയിലെയും നെഞ്ചിലെയും വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുന്നു. ശരീരത്തിലെ വിശ്രമത്തെയും ദഹനത്തെയും നിയന്ത്രിക്കുന്ന പ്രധാന നാഡിയാണിത്. ഇത് ഉത്തേജിക്കപ്പെടുമ്പോൾ ഹൃദയമിടിപ്പ് ക്രമപ്പെടുകയും മനസ്സിന് പെട്ടെന്ന് ശാന്തത ലഭിക്കുകയും ചെയ്യുന്നു. ഒരു സംഗീത ഉപകരണം ട്യൂൺ ചെയ്യുന്നത് പോലെ മന്ത്രങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയും ഊർജത്തെയും ശരിയായ രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരം ഒരു വീണ പോലെയാണ്. അതിൽ വീഴുന്ന ശബ്ദ തരംഗങ്ങൾ ആ വീണയെ ശരിയായി ട്യൂൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില മന്ത്രങ്ങൾക്ക് വ്യക്തമായ അർത്ഥമുണ്ടാകും, എന്നാൽ ചിലത് ബീജമന്ത്രങ്ങളാണ്, ഓം പോലുള്ളവ. അർത്ഥത്തെക്കാൾ ഉപരി ശബ്ദത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മന്ത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. മന്ത്രം ജപിക്കുമ്പോൾ പ്രധാനമായും 3 തലങ്ങളിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒന്നാമതായി മനഃശാസ്ത്രപരമായ മാറ്റമാണ്. എപ്പോഴും ചിന്തകളാൽ അസ്വസ്ഥമായ മനസ്സ് മന്ത്രം ജപിക്കുമ്പോൾ മനസ്സിനൊരു ഏകീകൃത ലക്ഷ്യം ലഭിക്കുന്നു. ഇത് സമ്മർദ്ദം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. രണ്ടാമതായി ശാരീരിക മാറ്റമാണ്. മന്ത്രം ജപിക്കുമ്പോൾ ശ്വസനഗതി ക്രമീകരിക്കപ്പെടുന്നു. ഇത് ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. നാക്കിലെയും വായിലെയും ചില പോയിന്റുകളിൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹർഷണം തലച്ചോറിലെ ഹൈപ്പോതലാമസിനെ ഉത്തേജിപ്പിക്കുന്നു. മൂന്നാമതായി ഊർജ്ജനിലയിലെ മാറ്റമാണ്. നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് നാഡികളുണ്ട്. മന്ത്രോച്ചാരണം ഈ നാഡികളിലൂടെയുള്ള പ്രാണോർജത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നു. ഇത് നമ്മുടെ ആത്മവിശ്വാസവും പോസിറ്റീവ് ചിന്തകളും വർദ്ധിപ്പിക്കുന്നു. മന്ത്രങ്ങൾ എങ്ങനെ ഫലപ്രദമായി ജപിക്കാമെന്ന് നോക്കാം. മന്ത്രം ജപിക്കുന്നത് വെറുതെ വാക്കുകൾ ഉരുവിടുന്നതല്ല, അത് കൃത്യമായ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഗുണം ലഭിക്കുക. ഒന്നാമതായി മന്ത്രത്തിന്റെ ഫലത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസമില്ലാത്ത മന്ത്രജപം ഒരിക്കലും ഗുണം ചെയ്യില്ല. വിശ്വാസത്തോടെ ജപിക്കുമ്പോഴുള്ള ശരീരത്തിന്റെയും മനസ്സിന്റെയും അവസ്ഥ എപ്പോഴും പോസിറ്റീവായിരിക്കും. അത് നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ നമ്മിലേക്ക് ആകർഷിക്കും. അതിനാൽ ഏത് മന്ത്രം ജപിച്ചാലും പൂർണ്ണ വിശ്വാസത്തോടെ ജപം ചെയ്യുക. ഇനി മന്ത്രം പൊതുവായി 3 രീതിയിലാണ് ഉച്ചരിക്കാറുള്ളത്: വൈഖരി, ഉപാംശു, മാനസം എന്നിങ്ങനെ. സാധാരണ ജനങ്ങൾക്ക് വൈഖരിയും ഉപാംശുവുമാണ് നല്ലത്. ഉച്ചത്തിൽ ജപിക്കുന്നതിനെയാണ് വൈഖരി എന്ന് പറയുന്നത്. ചുണ്ടുകൾ അനക്കി ശബ്ദം കുറച്ച് പറയുന്നത് ഉപാംശു. മനസ്സിൽ ജപിക്കുന്നതിനെ മാനസം എന്നും പറയുന്നു. മഹർഷിമാരാണ് കൂടുതലും മാനസം ഉപയോഗിക്കുക. സാധാരണ ആൾക്കാർ മന്ത്രം ജപിക്കുമ്പോൾ ആദ്യം വൈഖരിയിൽ ജപിക്കണം, പിന്നീട് ഉപാംശുവായി ജപിക്കണം. കാലക്രമേണ മാനസികമായി മാറും. കോൺസെൻട്രേഷൻ ലഭിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ആദ്യമായി മാനസികമായി ജപിക്കാനിരുന്നാൽ ശരിയായി ജപം പൂർത്തിയാക്കാൻ കഴിയില്ല. 100 ചിന്തകൾ മനസ്സിൽ കടന്നു വരും.
അതുകൊണ്ട് ജപത്തിന്റെ ആദ്യകാലങ്ങളിൽ അവനവന് കേൾക്കുന്ന വിധത്തിൽ ജപിച്ചു തുടങ്ങുക. ഇനി മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. എല്ലാ ദിവസവും ഒരേ സ്ഥലത്തിരുന്ന് ജപിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ചെറിയ പീഠത്തിലോ പായയിലോ ഇരിക്കുന്നത് ശരീരത്തിലെ ഊർജം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു. പുലർച്ചെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് ജപത്തിന് ഏറ്റവും ഉത്തമം. ഈ സമയം പ്രകൃതി ശാന്തമായിരിക്കും. ഇത് ഏകാഗ്രത ലഭിക്കാൻ സഹായിക്കും. സാധിക്കാത്തവർക്ക് സന്ധ്യാസമയമോ രാത്രി കിടക്കുന്നതിന് മുൻപോ മറ്റ് സൗകര്യപ്രദമായ സമയമോ തിരഞ്ഞെടുക്കാം. ജപത്തിനു മുൻപ് പ്രാണായാമം ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ ഉപകരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതയുടെ ഏത് മന്ത്രം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുകയും മനസ്സ് അലഞ്ഞു തിരിയുമ്പോൾ പതുക്കെ തിരികെ മന്ത്രത്തിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഒരു നിശ്ചിത എണ്ണം 108 1008 ജപിക്കുന്നത് നല്ലതാണ്. ഇതിനായി രുദ്രാക്ഷമാലയോ തുളസിമാലയോ ഉപയോഗിക്കാം. ജപിച്ചു തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കരുത്. ദിവസവും മുടങ്ങാതെ ചെയ്യുന്നത് വഴി മാത്രമേ ഇതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കൂ. തുടങ്ങുമ്പോൾ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കാതെ ദിവസവും ഒരു 10-15 മിനിറ്റ് എന്ന രീതിയിൽ ശീലിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി സംസ്കൃതത്തിൽ മന്ത്രങ്ങൾ ജപിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശബ്ദങ്ങളുടെയും അക്ഷരങ്ങളുടെയും ശാസ്ത്രീയമായ വിന്യാസമാണ് സംസ്കൃത മന്ത്രങ്ങൾ. സംസ്കൃതം ഒരു പ്രകമ്പന ഭാഷയാണ്. ഓരോ അക്ഷരവും ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വായയിലെ വിവിധ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും അത് തലച്ചോറിലെയും നാഡീവ്യൂഹത്തിലെയും കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന കമ്പനങ്ങൾ നമ്മുടെ ശരീരത്തിലെ ചക്രങ്ങളെയും ഗ്രന്ഥികളെയും സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. സംസ്കൃത മന്ത്രങ്ങളുടെ പഠനവും ജപവും തലച്ചോറിലെ ഗ്രേ മാറ്റർ വർദ്ധിപ്പിക്കുവാനും ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഇത് ഏറെ ഗുണകരമാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സഹസ്രനാമങ്ങൾ ചൊല്ലേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നത്. പണ്ടുകാലത്ത് മഹർഷിമാർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്കൃത ഭാഷ ഉപയോഗിച്ചിരുന്നത്. എങ്കിൽ ഇന്ന് പലരും അതൊരു പ്രത്യേക വർഗക്കാരുടെ മാത്രം കുത്തകയാക്കി സംസ്കൃത ഭാഷയെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്. അഗ്നിപുരാണം, ലിംഗപുരാണം, ഭാഗവത പുരാണം എന്നിവയിൽ മന്ത്രജപത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് യജ്ഞങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ജപയജ്ഞം എന്നാണ്. യജ്ഞാനാം ജപയജ്ഞോ അസ്മി, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ് എന്നാണ്. ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിലെ 25-ാമത്തെ ശ്ലോകമാണ്. മറ്റു യജ്ഞങ്ങൾക്ക് ധാരാളം പണവും സൗകര്യങ്ങളും വേണമെങ്കിൽ മന്ത്രജപത്തിന് ശുദ്ധമായ മനസ്സ് മാത്രം മതി. മന്ത്രജപം ഒരു നിത്യകർമ്മമായി ചെയ്യേണ്ടത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇത് നമ്മുടെ ഉള്ളിലെ അലക്ഷ്മി അഥവാ നെഗറ്റീവ് ഊർജത്തെ നീക്കം ചെയ്യാനും പോസിറ്റീവ് ഊർജം നിലനിർത്താനും സഹായിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ബാഹ്യമായ അർത്ഥത്തെക്കാൾ ഉപരിയായി മന്ത്രങ്ങൾ നമ്മുടെ ഉള്ളിലെ അന്തർലീനമായ ഊർജത്തെ ഉണർത്താനുള്ള താക്കോലുകളാണ്. ശരിയായ ഉച്ചാരണത്തോടും ഏകാഗ്രതയോടും കൂടി പ്രയോഗിക്കുമ്പോൾ മന്ത്രങ്ങൾ നമ്മുടെ ചിന്താഗതിയെ ശുദ്ധീകരിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ശബ്ദവും വെളിച്ചവുമാണ് ഈശ്വരൻ. ശബ്ദത്തിലൂടെയും വെളിച്ചത്തിലൂടെയുമാണ് ഈശ്വരനെ നമ്മൾ അറിയുന്നത്. ശബ്ദത്തിന് പ്രപഞ്ചത്തെ മാറ്റാൻ ശക്തിയുണ്ടെങ്കിൽ ആ ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് ഭക്തിയോടെ ഉയരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നതിൽ സംശയമില്ല. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങൾ പതിവായി ജപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രം ഏതാണ്? അത് ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവം എന്താണ്? ദയവായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് പ്രോത്സാഹനമാണ്. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. പ്രിയ സുഹൃത്തുക്കൾക്ക് നന്ദി.